ചില സമയത്ത് ഇവരുടെയൊക്കെ നട്ടല് വളയ്ക്കാതുള്ള ഇതേപോലുള്ള സംസാരങ്ങൾ കാണുമ്പോഴല്ലോ ശരിക്കും ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ തോന്നും. കേരള സ്റ്റോറി വിഭാഗത്തിൽ നമ്മുടെ മന്ത്രി പ്രതികരിച്ച രീതിയാട്ടോ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് ഇതിനൊക്കെ എന്താണ് പറയാ, മതവിദ്വേഷം പടർത്താനായിട്ട് ചിലർ ഒരുങ്ങി കിട്ടിയിരിക്കുക. അതിന് പിന്നാലെ ഇതിന് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ, പിന്നെ നമ്മുടെ വ്ളോഗർ ലക്ഷ്മി മേനോൻ, ഇവർക്കൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും വകവെക്കാതെ അതിനെതിരെ ചങ്കുറ്റത്തോടു കൂടി എതിർത്ത അവർക്കുമുണ്ട് എന്റെ വക സല്യൂട്ട്. കാരണം ശരിയും തെറ്റുമായിട്ട് കാണാനുള്ള നമ്മളടക്കമുള്ള പലരുടെയും കാഴ്ചപ്പാടിനെ നമ്മൾ അഭിനന്ദിച്ച് തന്നെ പറ്റുള്ളൂ. ലക്ഷ്മി പറഞ്ഞ ആ ഒരു വാക്കിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി തോന്നിട്ടോ. കാരണം ഇത് കുത്തിക്കയറ്റി കൊടുക്കുന്ന സ്ഥലം അവിടെ ഞങ്ങൾ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതിപ്പോ ഒരു സിനിമയായിട്ട് കണ്ടാൽ പോരെ, അത് അങ്ങനെ എടുത്താൽ പോരെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇത് നടന്ന സംഭവം എന്നും പറയുന്ന ആൾക്കാരുണ്ട്. എവിടെ നടന്നത് വേറെ പലതുമാണ്. അതൊക്കെ ഇതിലിപ്പോ എനിക്ക് നോമ്പ് പിടിച്ചിട്ട് പറയാൻ പറ്റൂല. നടന്നത് വേറെ പലതുമാണ്. കാണുന്നില്ലേ ആൾക്കാർക്ക് എന്താണ് കുത്തിക്കയറ്റി എന്ന് കൊടുത്തോണ്ടിരുന്നത്, എവിടെ കൊടുത്തോണ്ടിരുന്നത് എന്നൊക്കെ കാണുന്നില്ലേ പലതും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്തായാലും ഇവർക്കെതിരെ എന്റെ ഒരു സല്യൂട്ടേഷൻ പറയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതാണ്.